താഴെ തന്നിരിക്കുന്നതിൽ അതിവർഷം ഏത്? ഓപ്ഷൻ 1911, 1500, 1932, 1963. നമുക്കറിയാം കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന കുറേ മോഡൽസ് ഉണ്ട്. അപ്പോൾ ആ മോഡൽസ് എല്ലാം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. വേറൊന്നുമല്ല, ലീപ്പ് ഇയർ എന്താണെന്നുള്ളതും ഓർഡിനറി ഇയർ എന്താണെന്നുള്ളതും. നമുക്കറിയാം ഒരു ലീപ്പ് ഇയർ എന്ന് പറയുന്നത് 4 വർഷം കൂടുമ്പോൾ സംഭവിക്കുന്നതാണ് സാധാരണഗതിയിൽ. ആ കേസിൽ ഫെബ്രുവരി എന്ന് പറയുന്നത് 29 ദിവസവും സാധാരണ വർഷത്തിലാണെങ്കിൽ ഫെബ്രുവരി 28 ദിവസവും ആയിരിക്കും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു വർഷം വന്നിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ വർഷമാണോ ലീപ്പ് ഇയർ ആണോ എന്നെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. വേറൊന്നുമല്ല, നമ്മൾ പറഞ്ഞു 4 വർഷം കൂടുമ്പോഴാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, തരുന്ന നമ്പറിനെ ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പം ശിഷ്ടം 0 ആണ് കിട്ടുന്നതെങ്കിൽ അത് ലീപ്പ് ഇയർ ആയിരിക്കും. അല്ലാത്ത പക്ഷം അതെന്തായിരിക്കും, ഓർഡിനറി ഇയർ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കിയോ, ഓപ്ഷൻ എ 1911. അപ്പം 4 ഡിജിറ്റുള്ള ഈ നമ്പറിനെ 1911 ഡിവൈഡ് ബൈ 4 എന്ന് ചെയ്യേണ്ട, പകരം 4ൻ്റെ ഡിവിസിബിലിറ്റി ആണെന്ന് അറിയാൻ വേണ്ടിയുള്ള റൂളെന്ന് വെച്ചാൽ ലാസ്റ്റ് 2 ഡിജിറ്റ്, അതായത് 11 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ 1911 പറ്റും. നമുക്കറിയാം 11 എന്നുള്ളത് ഡിവൈഡ് ബൈ 4 ചെയ്തതിനാൽ ശിഷ്ടം 0 കിട്ടത്തില്ല, ശിഷ്ടം 3 ആണ് കിട്ടുന്നത്. അപ്പോൾ എന്താണ്, 1911 എന്നുള്ളത് ഒരു ഓർഡിനറി ഇയറാണ്. ഇനി 1500 പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു നൂറ്റാണ്ടാണ്. 1500, 1600 എന്നൊക്കെ പറഞ്ഞ് വരുന്നതൊക്കെ ഒരു സെഞ്ച്വറി അല്ലെങ്കിൽ നൂറ്റാണ്ടെന്ന് പറയും. ആ കേസിൽ 4 അല്ല ചെയ്യേണ്ടത്, അത് ഞാൻ പറയാം. then 1932 ലാസ്റ്റ് ഭാഗം 32 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ 1932 ആണ്. ഇനി അവിടെ നോക്കിയോ, 63 ചെക്ക് ചെയ്തോ, 4 കൊണ്ട് ഡിവൈഡ് ആകത്തില്ല, അപ്പോൾ അതുമല്ല ആൻസർ. ഇനി 1500 പോലത്തെ നൂറ്റാണ്ടുകൾ വരുവാണെങ്കിൽ 4ന് പകരം ഡിവൈഡ് ബൈ 400 ചെയ്യണം. 400 ഈ പറഞ്ഞ കേസിൽ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്, അല്ലെങ്കിൽ അത് ലീപ്പ് ഇയർ അല്ല. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹോംവർക്ക് അതായത് നിങ്ങൾ ചെയ്ത് നോക്കുക, ചെയ്തിട്ട് തന്നെ ആൻസർ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ.